ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഒരു മൊബൈൽ എങ്ങനെയാണ് ഹാർഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഈ ഫോൺ Ele1S എന്ന് പറയുന്ന ഫോണാണ്. ഇതിന്റെ പാസ്വേഡ് മറന്നുപോയി നോക്കുക. ഞാനിവിടെ ഇതിന്റെ പാസ്വേഡ് കൊടുത്തിട്ട് ഈ മൊബൈൽ ഓപ്പൺ ആകുന്നില്ല. ഇതിന്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയതാണ്. Ele1S എന്ന് പറയുന്ന ഫോണാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഏത് മൊബൈലും റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഈ ഫോണ് സ്വിച്ച് ഓഫ് ആക്കുകയാണ്. ഹാർഡ് റീസെറ്റ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഫോൺ റിക്കവറി മോഡിൽ ഓൺ ആക്കണം. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ സാംസങ് ഫോണാണ് ഹാർഡ് റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് റിക്കവറി മോഡിൽ ഓൺ ആക്കാനായിട്ട് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ, അതേപോലെ മെനു ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കണം. ഈ ഫോണിൽ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഒരേപോലെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഒരേപോലെ പ്രസ് ചെയ്ത് പിടിച്ചു. ലീ ഇക്കോ എന്ന് എഴുതി വന്നു. അപ്പോൾ ഞാൻ പവർ ബട്ടണിൽ നിന്നും വിരലെടുത്തു. ഇതേപോലെ റിക്കവറി മോഡ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിസ്റ്റം അപ്ഡേറ്റ് ക്ലിയർ ഡേറ്റ. സിസ്റ്റം അപ്ഡേറ്റ് എന്നുള്ളത് അൺചെക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഡേറ്റ ചെക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സ്, അതേപോലെ മറ്റു ഇമേജുകൾ, ഫയലുകളെല്ലാം നിങ്ങൾക്ക് നഷ്ടമാകും. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകളൊന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഹാർഡ് റീസെറ്റ് ചെയ്യാം. പാസ്വേഡൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റ് കടകളിലൊന്നും പോകണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഹാർഡ് റീസെറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഓൺ ആക്കാൻ സാധിക്കും. ഇനി ചെയ്യാനുള്ളത് ക്ലിയർ ഡേറ്റ എന്നുള്ള ഈ ബട്ടൺ ചെക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിയറിംഗ് ഡേറ്റ എന്നിവിടെ ഇപ്പോൾ എഴുതി വന്നിട്ടുണ്ട്. എന്റെ ഫോണിലുള്ള എല്ലാ ഫയലുകളും നഷ്ടപ്പെടും. എന്നാൽ എനിക്ക് ഫോൺ ഓൺ ആക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഇല്ലാതെ ഈ ഫോൺ ഓൺ ആകത്തില്ല. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വീണ്ടും അതേ സെയിം ഓപ്ഷൻ വന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റീസ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. റീസ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏകദേശം 5 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോണ് ഫാക്ടറി കണ്ടീഷനിലേക്ക് റീസെറ്റ് ആയി വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫോൺ ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒന്നും ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഓൾറെഡി സിം ഒക്കെ ഈ ഫോണിലുണ്ട്. ഞാനിവിടെ കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മാക്സിമം ട്രൈ ചെയ്തിട്ട് പാസ്വേഡ് ഒന്ന് ഓർത്തെടുക്കാൻ, പക്ഷേ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ റീസെറ്റ് ചെയ്തു. പല സുഹൃത്തുക്കളും ചോദിക്കുന്നതാണ് പാസ്വേഡ് മറന്നുപോയി, ഇനി എന്ത് ചെയ്യും, ഏതെങ്കിലും ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കിയാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ പാസ്വേഡ് മറന്നുപോയി അത് റിക്കവർ ചെയ്തെടുക്കാൻ വേറെ വഴിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോൺ റിക്കവറി മോഡിൽ നിന്നും ഹാർഡ് റീസെറ്റ് ചെയ്ത് വീണ്ടും ഫോൺ ഓൺ ആക്കി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോണ് ഫാക്ടറി കണ്ടീഷനിലായിട്ടുണ്ട്. നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ആയിട്ടുണ്ട്. ഗാലറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചില ഫോട്ടോസ് കാണാൻ സാധിക്കും. ഇത് മെമ്മറി കാർഡിൽ സേവ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും. അതേപോലെ കോണ്ടാക്ട്സ് ആണെങ്കിൽ തന്നെ സിമ്മിൽ ഉണ്ടായിരുന്ന കോണ്ടാക്ട്സ് നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോൺ മെമ്മറിയിൽ ഉണ്ടായിരുന്ന കോണ്ടാക്ട്സും എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഫോണും ആയിക്കോട്ടെ, അത് എല്ലാ ഫോണുകളും നിങ്ങൾക്ക് ഇതുപോലെ ഹാർഡ് റീസെറ്റ് ചെയ്യാം റിക്കവറി മോഡിൽ നിന്നും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.